തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടിയ ടിവിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ച കോൺഗ്രസ് അടിയന്തരമായി ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് ടിവിക്ക് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉപാധികൾ മുന്നോട്ട് വെച്ചു. നടൻ വിജയുടെ നേതൃത്വത്തിൽ മത്സരിച്ച തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ ചരിത്ര വിജയം നേടിയതിനു പിന്നാലെ AIADMKയിൽ ഭിന്നത രൂക്ഷമാണ്. പാർട്ടിയുടെ മുന്നിൽ രണ്ടു ഭാഗം MLAമാർ വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നതിനായി രാജ്യസഭാ നേതാവ് CV ഷൺമുഖത്തിന്റെ ചെന്നൈയിലെ ഓഫീസിൽ ഒത്തുകൂടിയെന്ന് റിപ്പോർട്ട്. 35 MLAമാർ മൈലം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഷൺമുഖത്തിന്റെ വീട്ടിൽ എത്തിയെന്നാണ് വിവരം. വിജയുടെ TVKയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ AIADMKയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയോട് ആവശ്യപ്പെട്ടേക്കും. TVക്ക് 10 MLAമാരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ സഖ്യത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വേരൂന്നിയ രണ്ട് പാർട്ടികൾക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിയാത്തതിനാൽ തമിഴ്നാട്ടിൽ നാടകീയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നിലവിൽ 5 കോൺഗ്രസ് MLAമാരുടെ പിന്തുണ TVക്ക് ലഭിച്ചിട്ടുണ്ട്. CPI അടക്കമുള്ള മറ്റ് പാർട്ടികളും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വിജയ് ഇവർക്ക് വേണ്ടി കത്ത് നൽകിയിട്ടുണ്ട്. 234 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ TVക്ക് 108 സീറ്റുകളാണ് നേടിയത്. AIADMK 47 സീറ്റുകൾ നേടി. NDA സഖ്യത്തിന്റെ ഭാഗമായ AIADMK 169 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. ഭരണകക്ഷിയായ DMK വെറും 59 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും മുഖ്യമന്ത്രി സ്റ്റാലിൻ പരാജയപ്പെടുകയും ചെയ്തു. ബാക്കിയുള്ള സീറ്റുകൾ കോൺഗ്രസ്, ഇടതുപക്ഷം പോലുള്ള ചെറിയ പാർട്ടികൾ പിടിച്ചെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.